വാണിജ്യ പാചക സിലിണ്ടറുകളുടെ വില വർധനയ്ക്കൊപ്പം അവശ്യ സാധനങ്ങളുടെയും വില ഉയരുന്നത് ഹോട്ടലുകളുടെ നടത്തിപ്പിനെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. വാണിജ്യ സിലിണ്ടറുകൾക്ക് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 47% വില വർദ്ധിച്ചതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. സിലിണ്ടറുകൾ യഥേഷ്ടം ലഭിക്കാത്തതും സ്വകാര്യ ഏജൻസി വഴി ലഭിക്കുന്ന കുറ്റികൾക്ക് ഒരെണ്ണത്തിന് 3000-ലധികം വില നൽകേണ്ടി വരുന്നതും കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോട്ടലുകളിൽ ആഹാര സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് തങ്ങളെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ചായയ്ക്ക് 15 മുതൽ 20 രൂപ വരെയാണ് ഈടാക്കുന്നത്. ഗ്രാമനഗര വ്യത്യാസം ഇതിൽ അനുഭവപ്പെടുന്നു. ദോശയ്ക്കും പൊറോട്ടയ്ക്കും 15 രൂപ വരെ വാങ്ങുന്നു. സാധാരണ ഊണിന് 10 രൂപയിലധികം വർദ്ധിച്ച് 90 രൂപയാണ് ഈടാക്കുന്നത്. ഹോട്ടലുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായും വില വർധന കച്ചവടത്തെ ബാധിക്കുന്നതായും ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഗ്യാസിൻ്റെ വില വർധന കാരണം സാധനങ്ങൾക്കെല്ലാം വിലയാണ്. എന്നാൽ നമുക്കൊരു പരിധി കൂടുതൽ അതിനനുസരിച്ച് ആവശ്യമായിട്ട് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഒപ്പം ഈ ഡീസൽ വില കാരണം പലചരക്ക് വ്യഞ്ജനങ്ങളുടെ എല്ലാ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. പൊതുജനം അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈവൻ പാലിന് വരെ വില വ്യത്യാസം വരുന്നുണ്ട്. ഒരു ചായ 12 രൂപ അല്ലെങ്കിൽ 15 രൂപ, അതിലപ്പുറം നമുക്ക് എങ്ങനെ വില കൂട്ടുക പറ്റില്ല. 20 രൂപ ഒക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാർ നെറ്റി ചൊളിക്കുക. പലരും ഇത് മനസ്സിലാക്കുന്നില്ല. നേരത്തെ 1800 രൂപ വിലയ്ക്ക് കിട്ടിക്കൊടുന്ന ഗ്യാസ് ഇപ്പം നമുക്ക് കിട്ടണമെങ്കിൽ 3300 രൂപ വില കൊടുക്കണം. അതോ സമയത്തൊട്ട് കിട്ടത്തുമില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് ഗ്യാസിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അവർ തോന്നുമ്പോൾ കിട്ടുന്ന വില ചാർജ് ചെയ്യണം. കാരണം ഇത് നടന്നു പോകണ്ടേ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ തൊഴിലാളികൾ ഓർത്തിട്ട് മാത്രമാണ് ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. സാധനങ്ങളുടെ വിലക്കയറ്റം ഓരോ ദിവസം ചെല്ലുന്തോറും സാധനം ഇന്നെടുക്കുന്ന റേറ്റ് അല്ല നാളെ വരുന്നത്. ഞങ്ങൾ പാലിൻ്റെ വില കൂടുന്നത് തന്നെ, മിൽമയുടെ പാലിൻ്റെ വില കൂടുന്നു. പിന്നെ പലചരക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോ ദിവസത്തെ വർധനവ് നമുക്ക് ഇന്ന് തരുന്ന ഒരു രീതിയിലുമല്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹോട്ടൽ അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മെനുവിൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്തിയിരുന്നു. എല്ലാ ഹോട്ടലുകാരും പൊൻകുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോട്ടലുകളെല്ലാം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിധി വരെ ഒരു 1%-2% കൂടുതലൊന്നും വർധനവ് നമുക്ക് കൂട്ടാൻ സാഹചര്യം ഒത്തിട്ടില്ല. ഉപഭോക്താക്കളെയും ബാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നേരത്തെ നമ്മൾ പൊറോട്ട സാധാരണ ഒരു കേരളീയരുടെ ഭക്ഷണം സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണ്. പൊറോട്ടയ്ക്ക് നമ്മൾ ഗ്രേവി സാമ്പാർ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം ഒരു 4 കിലോ 5 കിലോ പരിപ്പിൻ്റെ സാമ്പാർ അടിച്ചുകൊണ്ടിരുന്ന ഞങ്ങളിപ്പോൾ ഗ്രേവി ക്യാഷ് മേടിക്കാൻ തുടങ്ങി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ടെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. വില വർധനവ് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ അവരുടെ സാഹചര്യം കൂടെ നോക്കി കണക്കിലെടുക്കുമ്പോൾ നമുക്കത് അവരുടെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ സുഹൃത്തിനൊക്കെ ഹോട്ടലുണ്ട്, അടച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്യാസൊക്കെ എടുക്കാൻ ഒത്തിരി പൈസ അധികമായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് എല്ലാവർക്കും വരും. അപ്പം അവർക്ക് ഭക്ഷണത്തിന് വില കൂട്ടുന്നതനുസരിച്ച് ആഹാരം കഴിക്കാൻ പറ്റുന്ന നമുക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് സ്വകാര്യ ഏജൻസികൾക്ക് കൊയ്ത്ത് കാലമാണ് സമ്മാനിച്ചത്. നല്ല കച്ചവടം ലഭിക്കുന്നതായി ഏജൻസി ഉടമകൾ പറയുന്നു. ഞങ്ങളുടെ കച്ചവടത്തെ ശരിക്കും പറയുവാണെങ്കിൽ ബാധിച്ചിട്ടില്ലെന്ന് പറയാം. ഗവൺമെൻറ് സിലിണ്ടർ, കൊമേഴ്സ്യൽ സിലിണ്ടർ ഹോട്ടലുകളിൽ കൊടുക്കുന്നത് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ സപ്ലൈ കൂടുതലേ ഉള്ളൂ. ഡൊമസ്റ്റിക് കസ്റ്റമർ ആണെങ്കിലും കൂടുതൽ ആവശ്യക്കാർ വിളിക്കുക. ഗവൺമെൻറ് സിലിണ്ടറിന് ഇപ്പം 45 ദിവസം ബുക്കിംഗ് വെച്ചിരിക്കുന്നതുകൊണ്ട് ശേഷമേ ബുക്കിംഗ് ആകത്തുള്ളല്ലോ. അത്രയും നമുക്ക് പ്രൈവറ്റ് ഗ്യാസ് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നാളെ ആണെങ്കിലും കൊടുക്കാം, ഡൊമസ്റ്റിക് ആണെങ്കിലും കൊടുക്കാം. മറ്റേ ബുക്കിംഗ് 45 ദിവസമാണ്. 40 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൗസ് കണക്ഷൻ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കില്ല. മറ്റേ 45 ദിവസമാണ് ബുക്കിംഗ്. പെട്രോൾ, ഡീസൽ വില വർധന അവശ്യ സാധനങ്ങളുടെ അടക്കം വില ഉയരാൻ കാരണമാകും. വരും ദിവസങ്ങളിലും ഹോട്ടൽ മെനുവിലെ സാധനങ്ങൾക്ക് ഇനിയും വില ഉയരാൻ തന്നെയാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.